ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2025 ഓസ്കാർ പുരസ്കാരങ്ങളാണ്. ഓരോ പോയിന്റുകളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് പോയിന്റ് തന്നെ മികച്ച ചിത്രം എന്ന രീതിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനോറ എന്നുള്ള ചിത്രത്തിലാണ്. ഏതാണ്? അനോറ. അനോറ അനോറ നെക്സ്റ്റ് അടുത്തതായിട്ട് മികച്ച നടൻ എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് അഡ്രിയൻ ബ്രോഡിയാണ്. ആരാണ്? അഡ്രിയൻ ബ്രോഡി. അത് ഏത് സിനിമയാണ്? ദ ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിനാണ് അഡ്രിയൻ ബ്രോഡിക്ക് മികച്ച നടൻ എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തായിട്ട് മികച്ച നടി എന്നുള്ള വിഭാഗത്തിൽ മിക്കി മാഡിസൺ ആണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മിക്കി മാഡിസൺ മികച്ച നടി മിക്കി മാഡിസൺ. അത് അനോറ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. നെക്സ്റ്റ് അടുത്തായിട്ട് മികച്ച സപ്പോർട്ടിംഗ് നടൻ എന്ന വിഭാഗത്തിൽ കീറൻ കുൽക്കിൻ. ആരാണ്? കീറൻ കുൽക്കിൻ. എ റിയൽ പെയിൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമ. എ റിയൽ പെയിൻ. നെക്സ്റ്റ് അടുത്തായിട്ട് മികച്ച സപ്പോർട്ടിംഗ് നടി എന്നുള്ള വിഭാഗത്തിൽ സോ സൽഡാനയ്ക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആരാണ്? സോ സൽഡാന. സിനിമ ഏതാ? എമിലിയ പെരസ്. ഏതാണ്? എമിലിയ പെരസ്. നെക്സ്റ്റ് അടുത്തായിട്ട് മികച്ച സംവിധാനം അനോറ എന്നുള്ള ചിത്രത്തിന് ഷോൺ ബേക്കറിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഷോൺ ബേക്കർ. അനോറ എന്നുള്ള ചിത്രത്തിനുള്ള സംവിധാനത്തിന്. നെക്സ്റ്റ് അടുത്തായിട്ട് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ് ഫ്ലോ. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ്? ഫ്ലോ. നെക്സ്റ്റ് മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ദ ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമയ്ക്കാണ്. ദ ബ്രൂട്ടലിസ്റ്റിനാണ് ഛായാഗ്രഹണ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തായിട്ട് കുറച്ച് മറ്റ് അവാർഡുകളെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം, അത് ഐ ആം സ്റ്റിൽ ഹിയർ. ബ്രസീലിയൻ ചിത്രമാണ്. ഐ ആം സ്റ്റിൽ ഹിയർ ആണ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം, ആ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നോ അതർ ലാൻഡിനാണ്. ഒറിജിനൽ സ്കോർ വിഭാഗത്തിൽ ദ ബ്രൂട്ടലിസ്റ്റിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അത് ഡാനിയൽ ബ്ലംബർഗിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഡാനിയൽ ബ്ലംബർഗ്. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം, ആ വിഭാഗത്തിൽ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന സിനിമയ്ക്കാണ്. അടുത്തതായിട്ട് മികച്ച വിഷ്വൽ ഇഫക്റ്റ് വിഭാഗത്തിൽ ഡ്യൂണിൻ്റെ 2ാം ഭാഗത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഡ്യൂണിൻ്റെ 2ാം ഭാഗത്തിന്. അതേപോലെ മികച്ച ശബ്ദമിശ്രണം ഏത് സിനിമയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഡ്യൂൺ 2ാം ഭാഗത്തിന് തന്നെയാണ്. മികച്ച വിഷ്വൽ എഫക്റ്റ് ആയാലും മികച്ച ശബ്ദമിശ്രണമായാലും ഡ്യൂൺ 2ാം ഭാഗത്തിന് തന്നെ. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. ഒറിജിനൽ ഗാനം വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എമിലിയ പെരസിൽ നിന്നുള്ള എൽ മാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റു വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.